എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ്. ഹലോ എവരിബഡി, ഗുഡ് മോർണിംഗ്. എന്തുവാ തിന്നാൻ? പിന്നെ ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, നിനക്ക് മീൻ പൊരിച്ചതുണ്ട്, മീൻകറി വെച്ചു. മീനുണ്ടോ? എന്തൊരു മീനാ? ഇത് കണ്ണൻകൊഴിയാള. Then what is this curry? കോഴി തല്ലിക്കൊന്നോ? കോഴി കൊന്നില്ലെന്ന് ഇല്ലേ? എന്തിനാ പരിപാടി? വണ്ടിയില് പോവേന്നാ വേണ്ട. വലിയ രസം ഇല്ലടാ. ഹാപ്പി കുട്ടാ, നീ ഇപ്പൊ എന്താ രാവിലെ എന്നെ ഒന്ന് വിളിക്കാത്ത? നീ നേരത്തെ വരുമായിരുന്നല്ലേ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് എന്റെ. ഞാൻ ഇതുവരെ ചാനൽ എടുത്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുത്തിട്ടില്ല. ഡേ ഇൻ എ മന്ത് എടുത്തിട്ടുണ്ട്, ഡേ ഇൻ എ വീക്ക് എടുത്തിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഈ ഡേ ഹാപ്പിയുടെ ലൈഫ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് സുഹൃത്തുക്കളെ. സമയം 12 മണിയാണ്. അതെ, ഞാൻ ഈ സമയത്താണ് കേട്ടോ എണീക്കുന്നത്. ഇന്ന് കുറച്ചും കൂടെ ഒന്ന് ലേറ്റ് ആയിപ്പോയി. ഇന്നലെ എഡിറ്റ് ചെയ്ത് കിടന്നപ്പോഴത്തേന് ഏതാണ്ട് 3-4 മണി അടുപ്പിച്ചായി. അതാണ് ഇത്രയും ലേറ്റ് ആവുന്നത് കേട്ടോ. ശരിയാട്ടോ. ഞാൻ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചായിരുന്നു, പിന്നെ ഹാപ്പിയുടെ തല ഒരു ഗോപ്ര സെറ്റ് ചെയ്തിട്ട് വ്ലോഗ് എടുക്കാന്ന്. അത് വേണേ നമുക്ക് ചെയ്യാം. ഇവന്റെ തലയിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ എവിടൊക്കെ പോണെന്ന് അറിയാലോ. ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, നിനക്ക് മീൻ പൊരിച്ചു തുടങ്ങി തരാം. മുട്ട പുഴുങ്ങണോ? പുഴുങ്ങു. എനിക്ക് അങ്ങനൊന്നുമില്ല. പാല് വേണേ, ഒരു ഗ്ലാസ് പാല്. വണ്ടി എല്ലാം കഴുകണം കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് വണ്ടി കഴുക്കില്ല, മൊത്തവും പൊടി കഴുക്കായിട്ട് കിടക്കും. ഇഡലിയുണ്ട്, പൊരിച്ച മീൻ, സാമ്പാർ, ചമ്മന്തി ഇല്ല. ചമ്മന്തി ഉള്ളതെന്നാണല്ലോ. ഒരു ഏത്തപ്പഴം, എത്ര ബദാം അങ്ങനൊന്നുമില്ല, ഒരു പിടി. ഓക്കെ. ഈത്തപ്പഴം ഉണ്ട്, പിന്നെ ഒരു മുട്ട, പാല്. ഇത്രയാണ് കഴിക്കാൻ. വെരി നൈസ്. എനിക്ക് തരാതെ തിരുന്നോടാ പാട്ടിയുടെ മോനെ. അല്ലേ അല്ലേ നീ ആലോചിക്കുന്ന അല്ലേ? അതാണ് എനിക്കറിയാം. ഞാൻ ഇപ്പുറത്ത് നോക്കാം. എന്റെ ചെയ്തോളിക്ക കൊടുക്കാത്തേര്. ഓയ് ബിന്ദു, ഇല്ല അവ ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് കേറുന്നു. അപ്പി ബാ സൂചി കുത്താം. ബാ അപ്പി കൊണ്ടുപോയി സൂചി കുത്താം. അവന് നമ്മൾ ഒരു ഡോസ് എടുത്തായിരുന്നു കേട്ടോ. മറ്റേ പേവിഷന്റെ ഫസ്റ്റ് ഡോസ് എടുത്തായിരുന്നു. അതൊരു 15 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസ് കൂടെ എടുക്കാനായിട്ടുണ്ട്. അപ്പൊ അതിപ്പോ 15 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ട്. കൊണ്ടുപോയില്ല. പിന്നെ ഇവന് കാറ് കയറുമ്പോഴേ പേടിയാ. അവന് മനസ്സിലാവൂല്ലേ? അപ്പി ബാ ഇഞ്ചക്ഷൻ എടുക്കാൻ നമുക്ക് ഇന്തസ്സെടുക്കാൻ പോവാം. സൂര്യ കുത്താൻ പോവാം. കുന്തികള് ഇവന്റെ ഹെയർ മൊത്തം വളർന്നു കേട്ടാ. കൊണ്ട് വെട്ടണം ഒന്നുകൂടെ. ഹേ ഗൈസ്, അപ്പോൾ പുറത്തോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ പരിപാടികൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം എൻ്റെ പൗച്ചിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, 1-2 ഉള്ളൂ. സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ ട്രൈപോഡ്, സൺഗ്ലാസ്, പിന്നെ ഇതാണ് HK വൈറ്റൽസിന്റെ ഗ്ലൂട്ടാത്തിയോൺ. ഇതൊരു ഓറഞ്ച് ഫ്ലേവർ ടാബ്ലറ്റ് ആണ്. ഞാൻ ഏതാണ്ട് ഒരു 1 മന്ത് അടുപ്പിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെറിയ ടൈം പീരീഡിൽ തന്നെ എന്റെ ഫേസ് നല്ല ഗ്ലോ ആവാനും മോർ ഈവൻ ടോൺ ആവാനും ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂട്ടാത്തിയോൺ നമ്മുടെ സ്കിന്നിന്റെ ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ ബോഡിയിലെ എല്ലാ സെല്ലിലും കാണപ്പെടും. മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാനും പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടും റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, ഗ്ലൂട്ടാത്തിയോൺ നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്ത് കൂടുതൽ ബ്രൈറ്റർ ആക്കുകയും ഗ്ലോ ആക്കുകയും ചെയ്യും. ഇതിലെ ഓരോ ടാബ്ലറ്റിലും 600 മില്ലിഗ്രാം ഗ്ലൂട്ടാത്തിയോൺ അടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രാൻഡുകളിലൊക്കെ 500 മില്ലിഗ്രാം ഗ്ലൂട്ടാത്തിയോൺ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ HK വൈറ്റൽസിന്റെ ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ തന്നെയാണ് കൂടുതൽ എഫക്റ്റീവ്. ഇതിൽ ആഡഡ് ഷുഗർ ഇല്ല, 0 സൈഡ് എഫക്റ്റ് ആണ്. ഓറഞ്ച് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുമ്പോൾ ഒരു റിഫ്രഷിംഗ് ഫീൽ ഒക്കെ കിട്ടും. നമ്മളൊരു സപ്ലിമെന്റ് കഴിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി. ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും പുറത്തുനിന്നും അകത്തുനിന്നും ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ ഡെയിലി ഒന്ന് വെച്ച് കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ HK വൈറ്റൽസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. എന്റെ കോഡായ പ്രണവ് 2025 യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. ഥാർ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. അതിനകത്ത് ഇതിന്റെ ബാറ്ററി ഡൗൺ ആണ്. നോക്കിയ അഴുക്ക്. ഇതെന്തരമ്മ പട്ടി കയറി നടന്നാ? മൊത്തം അഴുക്കാണ് കേട്ടോ. ഓഹോ, അവ ചാടി പോണ്. അവര് പേടി, അവര് മനസ്സിലായി സൂചിത്വം കൊണ്ടുപോകാതെ. കണ്ട വെപ്രോളം തുടങ്ങി. മോന്ത കാണുമ്പോ അറിയാം. താത്തപ്പാം
എവനെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ന്യൂസ് ഇറങ്ങി. ഹാപ്പിക്ക് ഭയങ്കര പേടി, വിറക്കി നടന്നു ഇറങ്ങാൻ. ഒന്നുമില്ല. അയ്യോ വിറയ്ക്കുന്നു. എന്തുവാടാ എന്തുവാടാ ഒന്നുമില്ല. വണ്ടി കൊണ്ടിട്ടേക്കുന്നത് വളവിന്. ഹാപ്പി മുള്ളിക്കാൻ നോക്കുക. അവൻ വെള്ളത്തിൽ ഇറങ്ങി ചിലപ്പോ. ഇല്ല അവ കീഴി കേറി നോക്കിയേ. അവനകത്ത് എറിക്കും നീ. ഇറക്ക് വേണ്ട. ആപ്പിങ് ബാ വേണ്ടേ. ഇത് 1 മണിക്കൂറായിട്ട് ഇവൻ കയറി കളിക്കുക. ഓഹോ ആപ്പിങ് ബാ. അപ്പി വേണ്ട പാപ്പ വേണ്ട വേണ്ട. വല്ല കാര്യമുണ്ടോ? അവൻ അതിന്റെ കീഴിൽ കയറി. കിട്ടി കിട്ടി. ബാ പിടി എട്. ബാ. അവനെ കുറ്റം പറയേണ്ട കാര്യമില്ല, അവന് പേടിയാ. ഹാപ്പി ഇപ്പൊ മനസ്സിൽ എന്തിനായിരിക്കും പറയുന്നത്? നമ്മളെ ചീത്ത വിളിക്കുമായിരിക്കും അല്ലേ? നമ്മൾ ഫുള്ള് ഹാപ്പിനെ കാണിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് നല്ലത്. ഇപ്പൊ തന്നെ വാക്സിൻ എടുത്ത് 1 രൂപ പോലും ചെലവില്ല. ആദ്യത്തെ 2 വാക്സിൻ എടുത്തു. ആദ്യത്തെ 2 വാക്സിന് നമ്മൾ പുറത്തുനിന്ന് മരുന്നെടുത്ത് കൊടുക്കണം. അവന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കയ്യിൽ ഒരു പറ്റല് പോലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് നമ്മൾ ഇവിടെ വന്ന് മരുന്ന് മേടിച്ച് അത് മാറി. സെറ്റല്ല. ഇനി ഹാപ്പിക്കോട്ടെ നമുക്ക് ഫുഡ് കൂടെ മേടിക്കാം. മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. ഹാപ്പിക്ക് ഒരു മുതുക്ക് പാക്കറ്റ് ഫുഡ് മേടിച്ചിട്ടോ. പെഡിഗ്രിയാണ് മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ചെറുത് മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അത് കഴിച്ചവൻ. ഞാൻ വിചാരിച്ചൊരു വലിയ പാക്കറ്റ് മേടിക്കാന്ന്. പപ്പീന്റെ ഫുഡ് മാറ്റാറായിട്ടുണ്ട്. അഡൾട്ട് ആയില്ലേ, എനിക്കൊന്നിപ്പോ 1 വയസ്സ് അടുപ്പിച്ച് ആവാറായി. അപ്പം 8-9 മാസം പ്രായം ആയിട്ടുണ്ട്. ഒരു വർഷം വരെ പോട്ട്. ഇനി വലിയ ചെറുക്കനായിട്ട് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനി ഇപ്പോഴും കുഞ്ഞു ചെറുക്കനാ, എന്റെ കുഞ്ഞു മോനാ. കുഞ്ഞുണ്ണി എന്തി എന്റെ കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി ഈ വണ്ടിയും കേടായിട്ട് കിടക്കുക. ഇത് ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ സൈലൻസറൊക്കെ ഒടിഞ്ഞ് തൂങ്ങി ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇതിപ്പോ എടുപ്പില്ല. ഇതൊരു സൈഡായി കേട്ടോ വണ്ടി, നന്നാക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ ബൈക്കും പഞ്ചറായിട്ട് ഇരിക്കുക. ഇതിന്റെ ടയർ പോയി. ഇതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ഓടിക്കും ഇത്. ആ ഞാൻ ഓടിച്ചില്ലേടാ. ഒരു വട്ടാണ്ട് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഓടിക്കും ഇത്. എത്താൻ പാടാ. ഗിയർ മാറി ഓടിക്കോ. കൊച്ചക്കെട്ട് താഴോട്ട് പോയില്ല, താഴോട്ട് പോണോന്ന് തോന്നിട്ടിരിക്കുക. ചോറിന് എന്തൊക്കെയാണ് മമ്മി ഉള്ളത്? ചോറ്, ചീരത്തോരനുണ്ട്. ചീരയാണോ? ചീരല്ല, നമ്മളെന്താണ് ചേമ്പല. ചേമ്പല്. മുരിങ്ങയില ഇഷ്ടമല്ലല്ലോ. മുരിങ്ങയില തോരൻ നീ അങ്ങനെ തിന്നത്തില്ല. ചേമ്പല തോരനുണ്ട്, ചീനിയുണ്ട്, മീൻ വറുത്തയുണ്ട്, പിന്നെ മീൻ കറി. ഇതെന്തൊരു മീനായിരുന്നു? ഈ മീൻ തന്നെ പൊരിച്ച കണ്ണ മീൻ കറി. പിന്നെ നല്ല അടിപൊളി പുളിശ്ശേരി വിത്ത് ഹാപ്പി. അത് പറഞ്ഞപ്പോ എന്തൂടെ ഭാവമാറ്റം. കുറച്ച് മീൻ കറി കൊണ്ട് കൊടുക്കാം. അങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് ചീനിയും കൂടി ഇട്ടിട്ട് ഇളക്കണം. ഓക്കെ, ഇളക്കി ഒരു പൊരിച്ച മീനും. ഇത് മീൻ വറുത്തതിൻ്റെ കൂടെ കിട്ടിയത്. വെളുത്തുള്ളി ഇങ്ങോട്ട് വെച്ച് എൻ്റെ മണ്ടയിലോട്ട് വെച്ച് എടുത്ത് നോക്കിയേ. അടിപൊളി. പറ്റിയിട്ടാവേ. ഓക്കെ, പഴുത്ത് സെറ്റായിട്ടിരിക്കുന്ന മാങ്ങ. ഹാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. ഹാപ്പി അമ്മ അടിച്ചോ കഴിക്കോ. ഈ വണ്ടി കഴുകണ ഇച്ചിരി പാടാട്ടാ. ശരിക്കും കഴുക്കുണ്ട് അടിയിലൊക്കെ. തുടങ്ങി അച്ഛൻ പോരും, അച്ഛൻ ഏറ്റെടുത്തോളൂ. ഞാൻ ഫുൾ പവറിൽ ഇലയിൽ അടിക്കാവേ. ഈ ഇലയിൽ നിന്റെ അച്ഛൻ വന്നിട്ട് ശരിയാക്കും. കൊച്ചു വാഴയിലൊന്നും അടിക്കരുത്. ദിവസം എന്നെ മൂട്ടി പോയി നോക്കുന്നതാ. അതൊക്കെ പോവും ചെറുക്കാ. പൂവിലടിക്ക. പൂ അത് ആ പൂ അവിടെ. പവർ നോക്ക്. സൂക്ഷിച്ച് നോക്കണേ. ഒറ്റടിയാണേ. നിനക്ക് എന്തൊരു കിട്ടി. ഒരു സന്തോഷം. കൊള്ളല്ലേ. വേറെ എന്തുണ്ട്? നിങ്ങൾ ഇവിടെ നിന്നാണ്. അയ്യോ നോവും ഇച്ചിരി എളുപ്പമാവട്ടെ. ഞാൻ ഒരു വണ്ടിയും കൂടെ മേടിക്കട്ടെ. നീ വണ്ടിയൊന്നും മേടിക്കും. എന്താണ് അഭിപ്രായം അമ്മയുടെ? നീ ഇന്നലെ ഒരു വണ്ടി കൊണ്ട് കാണിക്കുന്ന ഒരു ചെറിയ വണ്ടി അമ്മയ്ക്ക് ഓടിക്കാം.
അമ്മയ്ക്ക് സ്കൂട്ടി മതി, നിങ്ങൾ പോകുമ്പോ ഞാൻ കാറിൽ വന്നോളാം. വെള്ളം ഒഴിയണർക്ക. ഓ ചെറുക്ക കണ്ട മാങ്ങ അച്ഛ ഏറ്റെടുത്ത് ഇനിയിപ്പോ നമ്മള് നോക്കിക്കൊണ്ടിരുന്നാ മതി. ഞാൻ രക്ഷപ്പെട്ട് എന്റെ ജീവിതത്തിൽ കേസ് ഞാൻ ഇന്ന് വരെ വോട്ട് ഇട്ടിട്ടില്ല. അപ്പൊ എത്ര വയസ്സായി? എനിക്ക് 25 വയസ്സായമ്മ. 25 വയസ്സായിട്ട് നീ ഒരു വോട്ട് പോലും ആർക്കും കൊടുത്തു. അപ്പൊ വോട്ടർ പട്ടികയിൽ ചേർക്കാനായിട്ട് ഒരു ഫോം ഒക്കെ കൊണ്ടു തന്നു കേട്ടോ. ഇതിനി ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലാ പ്രാവശ്യം ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരും, ഞാൻ അത് മൈൻഡ് പോലും ചെയ്യാറില്ല. പ്രാവശ്യം എന്തായാലും വോട്ട് ചെയ്യണം എനിക്ക്. വോട്ട് ഒരു പുരുഷന്റെ അല്ല ഒരു ഇന്ത്യക്കാരന്റെ മൗലിക അവകാശമാണ് വോട്ടിങ്. ഞാൻ പിന്നെ സ്കൂളിലൊക്കെ വെച്ചിട്ട് മറ്റേ ഇതുണ്ടോ വോട്ടിട്ട പോലൊരു പാടുണ്ട്. അമ്മ എന്റെ പേരിൽ നോക്കുമ്പോ കണ്ടോ ഒരു പാട് കണ്ടോ? അത് ചുമ്മാ അങ്ങനെ ഇരിക്കുന്നത്. അത് വോട്ടാണ്. ഗ്രാമസഭയിൽ നമുക്ക് എന്തര കിട്ടും? ഗ്രാമസഭയിൽ ഇപ്രാവശ്യം എന്തരം ഉണ്ടോ നോക്കാം. കോഴിയൊക്കെ കിട്ടൂല? കോഴിയൊക്കെ ഉണ്ട്. പണ്ട് നമ്മൾ പോയി കോഴീനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. കൃഷിക്കൊക്കെ എപ്പോഴും സപ്പോർട്ട് ഉണ്ട്, പക്ഷെ നമ്മളാരും ചെയ്യാറില്ല. നമുക്കൊരു കണ്ടം മേടിച്ചിട്ടേ വട്ടയില ബിസിനസ്. നീ ആദ്യമേ ഒരു പുരുഷനാണോ? ഇതുകൊണ്ട് വോട്ട് അല്ലെങ്കിൽ നിനക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം പെടുത്തരാം. ആദ്യം നീ ഒരു പുരുഷനാവും. ഞാൻ പുരുഷനാ. വോട്ടിട്ടുണ്ടോ നീ? വോട്ടിട്ടുണ്ടോ? ഇല്ല. വോട്ടിട്ടുണ്ടോ നീ പുരുഷനാവും. അങ്ങനെയല്ല, ഏതാ നല്ല ഇതാ നോക്കി അങ്ങ് കൊടുക്കും. നല്ല വ്യക്തികൾ നോക്കിയിട്ട് വോട്ട് ചെയ്യാം അല്ലേ? ഞാനും അതാണ് പറയുന്നത്. പാർട്ടി ഒരിക്കലും നോക്കരുത്, നല്ല വ്യക്തികളാണോ അവർക്ക് വോട്ട് ചെയ്യാം. അത് അങ്ങനല്ല അടിക്കാവുള്ള അങ്ങോട്ട്. അത് പോയിന്റ് അടിച്ചിട്ട് നാത്തിലോട്ട് അടിക്കണം. അച്ഛ ഇത് കൂട്ട്, ഇതിന്റെ പവര് അഴുക്ക് പോണെങ്കിൽ തോനെ അടിക്കണോ അങ്ങനെ ചെയ്താൽ മതി. അതൊന്നുമില്ല. അച്ഛാ എങ്ങനെയുണ്ട് എന്റെ ഡേ ഇൻ മൈ ലൈഫ്? സൂപ്പർ അല്ലേ? അച്ഛ ഏറ്റെടുത്തില്ലേ പണി. ഇത് എന്തരാ ഒരു സാധനം. ഇതിന്റെ പേരെന്തരമ്മ? കോക്കനട്ട് ബണ്ണ്. കോക്കനട്ട് ബന്നോ? നടുക്ക് എന്തൊക്കെ ഫില്ല് ചെയ്തേക്കുന്ന സാധനം കേട്ടോ. എനിക്കറിയത്തില്ലത്. മഴ പെയ്യണം. മഴയത്ത് കുളിച്ചാലാ? മഴയത്ത് കുളിക്കരുത്. അവിടെ തന്നെ സൂപ്പറായിരുന്നു. വേണ്ട വേണ്ട കുളിച്ചോ. കാറ്റ് അച്ഛനോ കണ്ടു പറഞ്ഞാ അയ്യോ എന്റെ ക്യാമറ കുളിച്ച് വണ്ടി കഴുകി തീർന്നപ്പോ അച്ഛനൊരാഗ്രഹം മന്തി തിന്നണോന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. മന്തി ബീഫ് വേണോ ആട് വേണോ? ഒട്ടക ഉണ്ട്. ഒട്ടക വേണ്ടേ? ഒട്ടക ബീഫ്. ഓക്കെ, ബീഫും കൂടെ എടുക്കാം. റൈസിനകത്ത് പൊതിഞ്ഞ് ബീഫ്
എന്ത് കിടലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ട് ഏതാണ്ട് കുറച്ച് നാളായി കേട്ടോ. ഞാൻ ഇതുവരെ ഈ സാധനം പൊട്ടിച്ചൊന്നും നോക്കിയില്ല. നല്ല വെയിറ്റ് ഉണ്ട്, കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് അയച്ചിരിക്കുന്നത് അന്ന സെബാസ്റ്റ്യൻ ആണ്, തൊടുപുഴയിൽ കേട്ടോ. പൊട്ടിക്കാം. എന്തരായിരിക്കും വെച്ചാ? ടീഷർട്ട് ആയിരിക്കും. ഗൈസ് നിങ്ങൾ ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ അയക്കുക കേട്ടോ. അൺബോക്സിങ് എന്തുവാന്ന്, അകത്ത് എന്തുവാന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷ. പെട്ടിയുടെ മണ്ടയിൽ 2 കുഞ്ഞു പെട്ടികൾ. നോക്കൂ, നല്ല പാക്കിങ്. ഓക്കെ, തുറക്കട്ടെ. ഷർട്ടാണ് കേട്ടോ. XXL ആണ്. ഇത് അച്ഛനായിരിക്കും വെച്ചാ, അച്ഛനാന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് XX എന്തായാലും വയ്ക്കത്തില്ല. അച്ഛന് വന്ന ഗിഫ്റ്റ് ആണ്. ഓ എനിക്ക് വയ്യ. അച്ഛൻ ആദ്യമായിട്ട് ഒരാൾ ഗിഫ്റ്റ് അയക്കുന്നത്. ഇത് അച്ഛനാട്ടോ, എനിക്കല്ലേ ഇതിപ്പോ. ഇതൊന്നും എനിക്കുള്ളതല്ല, അച്ഛനല്ല, ഇത് അമ്മയ്ക്കായിരിക്കും. ഇത് നിനക്കുള്ള ഷർട്ട്. ഓ ഇത് അമ്മയ്ക്ക്. എനിക്ക് വയ്യ. വിത്ത് കമ്മല് കണ്ടോ? എന്തോ വേണം അമ്മ. അടിപൊളി കൊള്ളാം കേട്ടോ. ഈ കളർ എനിക്ക് ഇല്ലായിരുന്നു, ഇല്ലാത്ത കളറാ. സാരിയാണോ അമ്മ? അല്ലല്ല, ചുരിദാറാ. സാരിയാമ്മ? ഇതാടാ മെറ്റീരിയൽ, തയ്ക്കാനുള്ളതാ. തയ്ക്കാനുള്ളതാണോ? ഓ തയ്ക്കാനുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അമ്മ. വള സഹിതം ഉണ്ടമ്മ, വളയും ഉണ്ട്. വേണ്ടേ കമ്മല്. ഇനി പെരിയ പെട്ടി പൊട്ടിക്ക. ഇനി സാറേന്നാട്ടോ. സിൽവർ കളർ ബോക്സ്. ബോക്സ് കൊള്ളാം കേട്ടോ. തുറക്കട്ടെ. ഷർട്ട്. എത്ര ഷർട്ട്? 2 ഷർട്ട് ഉണ്ട് കേട്ടോ. 2 ഷർട്ട്. നൈസ് അല്ലേ? ഇത് മുണ്ടിന്റെ കൂടെ കൂടാ സൂപ്പർ ആയിരിക്കും. നല്ല മണം. ഈ പുതിയ ഷർട്ടിന്റെ മണം സൂപ്പറാ. ഇതിന്റെ മണം, സിൽപോൺസിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം. പുതിയ കാറിനകത്ത് കയറുമ്പോൾ അതിന്റെ ലെതറിന്റെ മണം. ഈ ഷർട്ടൊക്കെ ഇത് അടിപൊളി. ഇത് നൈസ്. ഹൈഡ്രാജൽ മോയ്സ്ചറൈസർ. മമ്മിക്ക് വേണ്ട കേട്ടോ, ഇത് കുരു വരുന്ന ഒരു സൈസാണ്. ചിലതൊക്കെ അലർജി വരും. ഒരു ഫേസ് വാഷ് ഉണ്ട് നമുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. മുണ്ട് ഗൈസ്, മുണ്ട്. അത് സിൽവർ കളർ മുണ്ട്. ഈ സൈസ് മുണ്ടില്ലായിരുന്നു കൊച്ചുവിന്. സിൽവർ കളർ കരയുള്ള മുണ്ട്. നോക്കി, നന്ദിയുണ്ട് കേട്ടോ. മുണ്ടിന്റെ കൂടെ പറ്റിയ ചെരുപ്പ്. മുണ്ടിന്റെ കൂടെ ഇടാനായിട്ട് രണ്ട് ചെരുപ്പ് സെറ്റ്. ഞാൻ വേറെ ഓക്കെ. അപ്പോൾ അത്രയാണ് ഗിഫ്റ്റ്. എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി കേട്ടോ. അച്ഛന് കിട്ടി, അമ്മയ്ക്ക് കിട്ടി. അല്ലേ ആദ്യമായിട്ട് എല്ലാവർക്കും ഡ്രസ്സായി. അമ്മയുടെ ചുരിദാറിന് തയ്ക്കാൻ കൊടുക്കണം. അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു അന്ന. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ലവ്ലി ഗിഫ്റ്റ്. അല്ലേ എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പം ഇന്നത്തെ വീഡിയോ എന്തുവായിരുന്നു? ഡേ ഇൻ മൈ ലൈഫ് അല്ലായിരുന്നാ? ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. വേറെ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എവിടെയെങ്കിലും പോയി കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കാണിക്കാനോ ഞാൻ കാണിച്ചിട്ടില്ല. ഇനിയിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഞാൻ നേരെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകും. ഇനി ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേന് ഞാൻ കിടന്നുറങ്ങും. ഒരു ഡെയിലി ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളൂ. അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഗൈസ് അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി വീഡിയോ ആണെന്ന് പറയും. ബൈ. അമ്മയ്ക്ക് പൊട്ട് തീർന്നിരിക്കുവായിരുന്നു കേട്ടോ. ഒരു പൊട്ട് കിട്ടിയിട്ടുണ്ട്. അയ്യോ ഹാപ്പിക്കൊന്നും കിട്ടില്ലേ? അത്ര അമ്മയ്ക്ക് കിട്ടിയല്ലേ? ഹാപ്പിക്ക് സന്തോഷമായില്ലേ? നോക്കുന്നു.